മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് വ്യാഴം അഷ്ടമത്തിലും രാഹുകേതുക്കൾ 9-ലും 3-ലും, ചൊവ്വ 24-ാം തീയതി വരെ 9-ാം ഭാവത്തിലും അതിനുമേൽ 10-ലും, ശുക്രൻ 25-ാം തീയതി വരെ 10-ാം ഭാവത്തിലും ശേഷം 11-ലും, സൂര്യൻ 16-ാം തീയതി വരെ 11-ലും അതിനുമേൽ 12-ലും, ബുധൻ 6-ാം തീയതി വരെ ലാഭത്തിലും അതിനുമേൽ 26-ാം തീയതി വരെ വ്യയത്തിലും ശേഷം ജന്മത്തിലും, ശനി 11-ലും ആകയാൽ ഈ മാസം ഗുണദോഷ മിശ്രത്തിൽ ഗുണാധിക്യമാണ്. തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അംഗീകാരങ്ങൾ നേടിയെടുക്കുന്നതിനും അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായി ഗുണപ്രദമാണെങ്കിൽ കൂടിയും തൊഴിലിൽ ശ്രദ്ധ വേണ്ടതായുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ആരോഗ്യപരമായിരിക്കുന്ന വിഷമതകൾ പക്ഷെ ഉണ്ടായേക്കാം. ഗൃഹനിർമ്മാണം, വസ്തുക്കളുടെ ക്രയവിക്രയം എന്നിവയിൽ വിജയം പ്രതീക്ഷിക്കാം. തടസ്സപ്പെട്ട് കിടന്നിരുന്നതായ ചില രേഖകളോ മറ്റോ കൈവശം വന്നു ചേരാനും ഇട കാണുന്നു. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പക്ഷേ പൊതുജന പിന്തുണ കുറയുന്നതായി അനുഭവമാക്കും. ദോഷപരിഹാരാർത്ഥമായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം പതിവായി ജപിക്കുന്നതും ഗുണകരമാണ്. മകരം രാശി.